ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ചില സമ്മൺ ഡസൻ ലൈക്ക് യു വിത്തൗട്ട് സേയിങ് ഇറ്റ്. ചിലർക്ക് നിങ്ങളുടെ ഇഷ്ടമില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സംഭാഷണങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യമോ ഇഷ്ടമില്ലായിരിക്കും. പക്ഷെ അവരത് പറയില്ല. അവരുടെ ബോഡി ലാംഗ്വേജിൽ കൂടെ, ശരീര ഭാഷയിൽ കൂടെ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. അത് ഒന്നാമത്തെ ശരീരഭാഷ എന്ന് പറയുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ, അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് ക്ലോസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ നമ്മളെ അവോയ്ഡ് ഐ കോണ്ടാക്ട്, നമ്മൾ നമ്മളെ മുഖത്ത് നോക്കില്ല അവർ. അപ്പം അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് അവർക്ക് നമ്മളെ സംസാരം ഇഷ്ടമല്ല അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമല്ലെന്ന്, അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല എന്നുള്ള ഒരു ഇത് നമ്മൾ വായിച്ചെടുക്കണം. അത് ഒരു ബോഡി ലാംഗ്വേജാണ്. ഈ കണ്ണ് എപ്പോഴും നമ്മളെ മുഖത്തിൽ നിന്ന് മാറ്റി മാറ്റി കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ നമ്മളെ ശ്രദ്ധിക്കത്തില്ല, ഇത്ര ഇൻട്രസ്റ്റ് അല്ല എന്നുള്ള രീതിയിൽ. രണ്ടാമത്തെ എന്ന് പറയുന്നത്, ഇത്തരം ആൾക്കാർ നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ മുഖത്ത് നോക്കുമ്പോഴോ ഒരു സ്മൈലോ ഒന്നും കാണത്തില്ല. പിന്നെ നമുക്ക് ചിരിക്കുന്നില്ല, നമ്മൾ ചിരിക്കുമ്പോൾ തിരിച്ച് വേണമെങ്കിൽ അവരൊരു ആർട്ടിഫിഷ്യൽ, ഒരു ഫേക്ക് ലാഫ് തരും. അത് അത്ര ചിരി വന്നിട്ട് ചിരിക്കുന്നതല്ല, അതൊരു ആർട്ടിഫിഷ്യൽ കൃത്രിമ ചിരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കും. ഇപ്പം അത്തരം ആൾക്കാരും നമ്മളെ അവർക്ക് ഇഷ്ടമല്ലെന്ന് അവരുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മളെ സംഭാഷണം അവർക്ക് ഇഷ്ടമല്ല എന്നുള്ള. അടുത്ത ബോഡി ലാംഗ്വേജ്, കൈകൾ, അവരുടെ പ്രകൃതങ്ങൾ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചിലപ്പം കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കും, അല്ലെങ്കിൽ കാല് കയറ്റി വെച്ചിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ഒരു ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അറ്റൻഷൻ കൊടുക്കാത്ത രീതിയിലുള്ള ആ ബോഡി ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ അത് കാണിക്കുന്നത് അതത്ര അവർക്ക് രസിക്കുന്നില്ല, അല്ലെങ്കിൽ അത് അത്ര കണ്ടിന്യൂ ചെയ്ത് കേൾക്കാനുള്ള താല്പര്യമില്ല എന്ന് അത് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത നാലാമത്തത് എന്ന് പറയുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് തിരിയാതെ നിലകൊള്ളാൻ ശ്രമിക്കും. നിങ്ങൾ എപ്പോഴും നമ്മൾ സംസാരിക്കാൻ, നമ്മൾ അടുത്തിരിക്കുന്ന പറയുമ്പോൾ നമ്മളോട് അങ്ങോട്ട് ലീൻ ചെയ്ത് അങ്ങോട്ട് അത് കേൾക്കാനുള്ള ശ്രദ്ധയുണ്ട്. പക്ഷേ ഇത്തരക്കാർ എപ്പോഴും നമ്മൾ സംസാരിക്കും, ഇവർ ചിലപ്പം വേറെ മുഖം തിരിച്ച് വേറെ എങ്ങോട്ടെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. അത്തരക്കാർ അതൊരു ബോഡി ലാംഗ്വേജാണ്, ഒരു ശരീരഭാഷയാണ്. ഇത്തരം ശരീരഭാഷയുള്ളവർ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അവർ നിങ്ങളുടെ സംഭാഷണം അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് അത്ര രസിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. പിന്നെ ഒരു പ്രത്യേക ഒരു മുഖഭാവത്തോടു കൂടി ഇരിക്കും. അവർ നേരത്തെ നല്ലതുപോലെയൊക്കെ ഇരുന്നതായിരിക്കും, പക്ഷെ നമ്മുടെ ഒരു പ്രസൻസ് വരുമ്പോൾ അവർ പെട്ടെന്ന് മുഖത്ത് ഒരു ശൂന്യതയും ആ ഒരു പെട്ടെന്നൊരു ചേഞ്ചസ് അവർ ഫേസിൽ വരും. അവർ നല്ലതുപോലെയൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് മറ്റുള്ളവരുമായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു സാന്നിധ്യം വരുമ്പോൾ അവർ പെട്ടെന്ന് വികാരശൂന്യതയോ അല്ലെങ്കിൽ അശ്രദ്ധയോ കാണിക്കും. നമ്മളത്ര മൈൻഡ് ചെയ്യാത്ത രീതിയിലൊക്കെ ഉള്ള ഒരു പെരുമാറ്റ പ്രകൃതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഇത്തരം സ്വഭാവങ്ങൾ കാണിക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇവർക്ക് നമ്മളെ അത്ര ഇഷ്ടപ്പെടുന്ന കക്ഷികളല്ല. പിന്നെ സൈൻ ഓഫ് അവോയ്ഡൻസ്, നിങ്ങളുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അവരുടെ ഫോണെടുത്ത് ആരെങ്കിലും വിളിക്കുകയെ, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വരികയാണെങ്കിൽ ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ വിളിക്കാനെന്ന് പറയാം, അങ്ങനെയല്ല. അവർ പെട്ടെന്ന് അല്ലെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് വെളിയിലോട്ട് ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ അത്ര ഇഷ്ടമല്ലാത്ത രീതിയിൽ അത് ഈ പ്രകൃതത്തിൽ കൂടെയൊക്കെ ഇവരുടെ ഈ സ്വഭാവത്തിൽ കൂടെ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. നെക്സ്റ്റ്, ഏഴാമത്തെ ഇതെന്ന് പറഞ്ഞത്, വാക്കുകൾ വളരെ ചോദിക്കുന്നതിന് കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം പറയത്തില്ല. ഒരു യെസ് ഓർ നോ മാത്രമേ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ അത് എങ്ങനെയെങ്കിലും ഒന്നും പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഒറ്റ വാക്കിൽ എന്തെങ്കിലുമൊക്കെ ഉത്തരങ്ങൾ പറയുകയും ആ കൺവേഴ്സേഷൻ നമ്മളുമായിട്ടുള്ള സംഭാഷണം അത്ര ഇഷ്ടമല്ലെന്നുള്ള ഒരു രീതിയിലുള്ള മറുപടികളായിരിക്കും തരുന്നത്. എട്ടാമത്തത്,
അവർ ഹ്യൂമറസ് ആയിരിക്കില്ല. അപ്പം നമ്മളൊരു സംഭാഷണങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ ഇഷ്ടപ്പെടണമെങ്കിൽ അതിൽ ഇത്തിരി തമാശകളും മറ്റു കാര്യങ്ങളും. ഇവർ വളരെ സീരിയസ് ടോക്കേഴ്സ് ആയിരിക്കും. ഇവർ അങ്ങനെയുള്ള സബ്ജക്റ്റ് ഒരു മാറ്റർ അല്ലെങ്കിൽ തന്നെ ഇവർ ആ കാര്യങ്ങൾ മാത്രം പറയുകയും മറ്റുള്ള എതിർകക്ഷിയെ അത്രത്തോളം ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ ചെയ്യത്തില്ല. അപ്പോൾ ഇത്തരം സ്വഭാവങ്ങൾ ഈ ബോഡി ലാംഗ്വേജസ് ഉള്ളവർ നിങ്ങൾ മനസ്സിലാക്കുകയും അപ്പോൾ അത് നിങ്ങൾ കഴിവതും ഇവർക്ക് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് അത്ര ഇഷ്ടമല്ലെന്ന് നമ്മളത് അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് അവരുമായിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് 100% നമുക്ക് എടുക്കാൻ പറ്റില്ല എങ്കിൽ തന്നെയും ഒരാളുടെ സംഭാഷണത്തിൽ കൂടെയാണ് അവരുടെ കറക്റ്റുള്ളൊരു മൈൻഡ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത്. ഒരുവിധമൊക്കെ കോമൺ സെൻസ് വിശേഷ ബുദ്ധിയൊക്കെ ഉള്ളവരൊക്കെ ഒരാളുമായിട്ട് സംസാരിക്കുമ്പം അയാളുടെ സ്വഭാവം എന്താണെന്നും അയാൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന കക്ഷിയാണോ എന്നും എല്ലാ കാര്യങ്ങളുമൊക്കെ ഏറെക്കുറെയൊക്കെ നമുക്ക് ഒരു സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് വീഡിയോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ.